തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. അണ്ണന് എന്ത് പറ്റിയതാ? ഇതൊക്കെ നിസ്സാര കാര്യമല്ലേ? അതൊരു പൊളിറ്റിക്കൽ ക്ലാഷ്. പൊളിറ്റിക്കൽ ക്ലാഷോ? അണ്ണൻ സമരം ചെയ്യാൻ പോയിട്ട് പോലീസിന്റെ അടി കിട്ടിയോ? പോലീസ് രുദ്രന്റെ ദേഹത്തൂടെ പോലീസിന്റെ കൈ ഇത്തിരി വിറക്കി. പിന്നെന്താ സംഭവിച്ചേ? ഇത് വേറൊരു സംഭവമാണ്. അത് രാഷ്ട്രീയ സംഘടന, പൊളിറ്റിക്കൽ ഡിസ്പ്യൂട്ട്. അതാണ്. ഞാനൊരു മന്ത്രിയുടെ മകനാണല്ലോ. എതിർ പാർട്ടിക്കാര് വളഞ്ഞിട്ട് ആക്രമിച്ചതാണ്. അവന്മാരൊരു 10-15 പേരുണ്ടായിരുന്നു. ഞാനാണെങ്കിൽ ഒറ്റയ്ക്കുള്ളായിരുന്നു. പക്ഷെ 10 എണ്ണത്തിനോളം ഞാൻ ഇടിച്ച് ഹോസ്പിറ്റലാക്കിയിട്ടുണ്ട്. അതിനിടയിൽ ചെറുതായിട്ട് ഇതൊക്കെ വേറെ തള്ളടി. തള്ളുമ്പോ കുറച്ച് മര്യാദക്ക് തള്ളിക്കൂടി. ഇയാളുടെ ഈ സ്ഥിതിയില് നമ്മൾ വന്ന കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല. അല്ല, നിങ്ങളെന്ത് വന്ന? ഞങ്ങൾ അണ്ണന്റെ ഈ അവസ്ഥ അറിഞ്ഞു വന്നതാ. നിങ്ങളെങ്ങനെ അറിഞ്ഞ്? 5 സുന്ദരികൾ പറഞ്ഞ? 5 സുന്ദരികൾ എങ്ങനെ അറിയാനാ? ഇതിനും അവരുമായിട്ട് എന്താ കണക്ഷൻ? അത് പിന്നെ മിനിസ്റ്ററുടെ മോന് നേരെ ഒരു ആക്രമണം ഉണ്ടാവുമ്പോ അത് പിന്നെ മീഡിയയൊക്കെ അറിയും, വിഷയമാവുമല്ലോ. അങ്ങനെ അറിഞ്ഞായിരിക്കും. ഞങ്ങൾ അവര് പറഞ്ഞല്ല അറിഞ്ഞത്. രുദ്രണ്ണനെ സംഘം ചേർന്ന് അടിച്ചത് നാട്ടില് പാട്ടല്ലേ? നിങ്ങൾ വന്നതിൽ സന്തോഷമുണ്ട് കേട്ടോ. നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും സംസാരിക്കാം. എനിക്കിപ്പോ ഒത്തിരി വിശ്രമമോ വേണ്ട. വിശ്രമം കഴിക്കല്ലേ ചേട്ടാ? നാവിനൊരു കുഴപ്പമില്ലല്ലോ. ശരീരം മുഴുവൻ ഭയങ്കര വേദന. നിങ്ങൾ പൊക്കോ, നമുക്ക് പിന്നെ കാണാം. എന്നാ പിന്നെ അണ്ണൻ റെസ്റ്റ് എടുക്ക്. വാടി, നമുക്ക് പോ. ഇവളുമാനത്തിന് ഇപ്പൊ ഇങ്ങോട്ട് കിട്ടിയെടുത്തത് ആകെ നാണക്കേടുമായി. നമ്മള് വന്ന കാര്യം നടന്നില്ലല്ലോ. ഈ സ്ഥിതിയിൽ അയാളെ കൊണ്ടൊന്നും നടക്കൊന്നുമില്ല. എന്നാലും ആ രുദ്രൻ എന്തായിരിക്കും സംഭവിച്ചത്? അയാള് നമ്മളോട് പറഞ്ഞത് ഫുൾ കള്ളവാ. അയാളെ ആരോ പണിഞ്ഞു, അതാ റിയാലിറ്റി. വാ പോവാം. നിങ്ങള് രുദ്രണ്ണന്റെ കാര്യം അറിഞ്ഞു വന്നാണോ? രുദ്രണ്ണൻ എന്താ സംഭവിച്ചേ? പാവത്തിനെ വല്ലാതങ്ങ് അറ്റാക്ക് ചെയ്ത് കളഞ്ഞല്ലോ. അല്ല, എന്താ നടന്നെന്ന് രുദ്രണ്ണൻ നിങ്ങളോട് പറഞ്ഞില്ലേ? പറഞ്ഞു. നടന്ന സംഭവം എന്താണെന്ന് വള്ളി പുള്ളി വിടാതെ എല്ലാം പറഞ്ഞു. അത് കേട്ടപ്പോ ഞങ്ങൾക്ക് അവരെ ചെന്ന് അടിക്കണമെന്ന് തോന്നി. എന്നാലും രുദ്രണ്ണൻ അവരെല്ലാരും ഒറ്റയ്ക്ക് ചേർന്നടിച്ചത് ശരിയായില്ല. 5 സുന്ദരികള് അണ്ണനെ കയറി മേഞ്ഞ കയറി വരെ അറിഞ്ഞിരിക്കാണല്ലോ. അണ്ണൻ ഇത് പറയുന്നു ഞാൻ വിചാരിച്ചില്ല. അവരെല്ലാം കൂടി രുദ്രണ്ണനെ വളഞ്ഞിട്ടടിച്ചപ്പോ താനൊക്കെ എവിടെ പോയിരുന്നു? അത് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ ഇല്ലായിരുന്നു. അവളുമാരും കൊണ്ട് വരുന്ന കാര്യം അണ്ണൻ വിളിച്ച് പറഞ്ഞ ഉടൻ തന്നെ ഞാൻ അടിക്കാൻ ആളെയും കൂട്ടി വന്നതാ. പെട്ടെന്നൊരു തലചുറ്റൽ വന്ന് ഞങ്ങളങ്ങ് വീണുപോയി. കുടിച്ച വെള്ളത്തിൽ നിന്ന് എന്തോ പണി കിട്ടിയതാ. ആ സമയത്ത് ഞങ്ങൾ ഇവിടെ എത്തിയിരുന്നെങ്കിലേ 5 സുന്ദരികളെ കാണാൻ നിങ്ങൾ ഹോസ്പിറ്റലിലേക്ക് പോവേണ്ടി വന്നേനെ. 5 സുന്ദരികളോ? അവരാണോ രുദ്രനെ അടിച്ച് ഈ വിധം ആക്കിയത്? അണ്ണനാണെങ്കിൽ ആ സമയത്ത് നല്ല ഫിറ്റായിരുന്നു. ആ അവസരം മുതലെടുത്ത അവളുമാര് അണ്ണനെ അടിച്ച് ലെവലാക്കിയത്. ഇതാണെങ്കിൽ പുറത്തു പറയാനും കൊള്ളില്ലല്ലോ. അതുകൊണ്ട് അണ്ണൻ പാർട്ടിക്കാരോടോ പോലീസുകാരോടോ പോലും പറഞ്ഞിട്ടില്ല. അവരൊക്കെ അറിഞ്ഞാ പിന്നെ എന്താവും കഥ? ജെൻസി പിള്ളേര് കയറി അണ്ണനെ മേഞ്ഞെന്നുള്ള വാർത്ത വരില്ലേ? ആ, ഞാൻ അണ്ണന് ഫുഡ് കൊടുക്കട്ടെ. ഇതെന്തൊക്കെയാടി കേക്കുന്നേ? 5 സുന്ദരികൾ രുദ്രന്റെ ചവിട്ടി കൂട്ടിയെന്നോ? എന്നിട്ട് അയാൾ നമ്മളോട് പറഞ്ഞത് അതല്ലല്ലോ. 5 സുന്ദരികൾക്ക് ഇത്ര ധൈര്യമോ? അവളുമാരെ കൈകാര്യം ചെയ്യണ്ടേ? രുദ്രനെ അടിച്ചതിന് 5 സുന്ദരികളെ ഹോസ്റ്റലിട്ട് അടിക്കണം. ഓ, നീ നിന്റെ കാര്യം നോക്കടി. അത് നമ്മുടെ ജോലിയല്ല.
നമ്മൾ 5 സുന്ദരികളെ നേരിട്ട് അടിക്കരുത്. ഈ പ്രശ്നം ഉപയോഗിച്ച് രുദ്രനെ കൊണ്ട് തന്നെ 5 സുന്ദരികളെ കൈകാര്യം ചെയ്യിക്കണം.